പ്രത്യേകമായിട്ട് ഈ ഇടവകയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളെയും യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും എല്ലാം സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ഇടവകയിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിത സഹോദരങ്ങളെയും സിസ്റ്റേഴ്സിനെല്ലാം നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാ ശുശ്രൂഷകളുടെ മേഖലകളെ സമർപ്പിക്കാം. മിഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ കർട്ടിമുത്തി വഴിയായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിനായിട്ട് ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുരഞ്ജിതരായി തീർന്നിടാം നാമമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായി കുർബാന യോഗ്യതാപൂർവം അർപ്പിക്കാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിന്നിൻ പുകളെങ്ങും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുസ്ഥിരനും ബലവാനും മർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്ക് അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ആശ്രവദിക്കണമേ. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടാക്കിയ ഒരു സ്ത്രീ.
അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിനു 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരികൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. വചനം ശ്രവിക്കാം, വചനം ഗ്രഹിക്കാം. പാതനരുൾ ചെയ്യും വചനങ്ങളാൽ വചനപ്രഘോഷകരാകാം, സുവിശേഷമാകാം. വചനം ശ്രവിക്കാം, വചനം ഗ്രഹിക്കാം. നാദനരുൾ ചെയ്യും വചനങ്ങളാൽ വചനപ്രഘോഷകരാകാം, സുവിശേഷമാകാം. ഹല്ലേലൂയ പാടാം, ആഹാ ഹല്ലേലൂയ പാടാം. ദൈവത്തിൻ തിരുവചനമിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം, ആഹാ ഹല്ലേലൂയ പാടാം. ദൈവത്തിൻ തിരുവചനമിതാ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 41 മുതൽ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കൾ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ടു കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയരായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ,
പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും അനുഗ്രഹവും പ്രാർത്ഥിച്ചു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുക. ഇടവാംഗങ്ങളായ ഞങ്ങളെല്ലാവരും വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടി പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ അവസരം ലഭിച്ചതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ അവസരത്തിനായി ഞങ്ങൾക്ക് നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛന്മാരെയും ഇടവാംഗങ്ങളെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാനും വൈദികർക്ക് പല കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്. അവരുടെ പേരിലുള്ള നന്ദിയും ഈ സമയം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇടവാംഗങ്ങളായ എല്ലാവർക്കും അറിയാം, പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ഞങ്ങളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ ഇത്രയേറെ സൗകര്യമില്ലാതിരുന്ന ഈ ദേവാലയ അന്തരീക്ഷത്തിൽ തിരുനാളിൽ പങ്കെടുക്കാൻ അനേകം ആളുകൾ വരികയും ആ അവസരത്തിൽ ഒത്തിരിയേറെ കുട്ടികളെ കാണാതാകുകയും മാതാപിതാക്കളിൽ നിന്ന് കൂട്ടം തിരിഞ്ഞു പോവുകയും അതുപോലെ ഒത്തിരിയേറെ മോഷണങ്ങളൊക്കെ തിരുനാളിൻ്റെ അവസരങ്ങളിൽ നടക്കാറുണ്ടായിരുന്നു. ഇന്ന് പള്ളിയും പള്ളി പരിസരമൊക്കെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് തന്നെ ആ വിധത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് വളരെ ചുരുക്കമായിട്ടാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സംഗമിക്കുന്ന ജെറുസലേം ദേവാലയത്തിൽ തിരുകുടുംബം തിരുനാൾ ആഘോഷിക്കാൻ പോയപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വേദന നമുക്കാർക്കും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അവർ ഏറെ അസ്വസ്ഥരാകും. ഇന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒത്തിരിയേറെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കാണാതാകുന്ന സംഭവങ്ങൾ, വർഷങ്ങളായിട്ടും അവരെ കണ്ടുകിട്ടാൻ സാധിക്കാത്തത് കൊണ്ട് വേദനയോടെ ജീവിക്കുന്ന മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അവരെക്കുറിച്ചുള്ള വാർത്തകളും നാം ഇന്ന് കേൾക്കുന്നതാണ്. ജെറുസലേം ദേവാലയത്തിൽ ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ തിരുക്കുടുംബം പോയപ്പോൾ യേശുവിനെ നഷ്ടപ്പെട്ട അവസരത്തിൽ എന്തുമാത്രം വേദനയാണ് വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധമ്മയും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്നുള്ളതുപോലെ വിളിച്ചു ചോദിക്കാൻ മൊബൈൽ ഫോണോ അനൗൺസ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സഞ്ചാര സൗകര്യങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ തിരുനാളാഘോഷം കഴിഞ്ഞ് ഒരു ദിവസത്തെ വഴി പിന്നിട്ട് കഴിയുമ്പോഴാണ് യേശു നഷ്ടപ്പെട്ട കാര്യം ആ മാതാപിതാക്കൾ അറിയുക. എത്ര തിടുക്കത്തോടും വേദനയോടും കൂടിയാണ് അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകുക. ഇനി ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്നാൽ തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം അത്രയേറെ ആളുകൾ തിങ്ങിക്കൂടിയ ഒരു തിരുനാൾ ജെറുസലേം ദേവാലയത്തിൽ. എന്നാലും ആ തിരുക്കുടുംബം പ്രതീക്ഷയോടെ
യേശുവിനെ അന്വേഷിച്ച് തിരിച്ചു പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ 7 വ്യാകുലങ്ങളിൽ ഒരു വ്യാകുലമാണ് ഈശോയെ 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. എന്തുകൊണ്ടാണ് പരിശുദ്ധമ്മ ഇത്രയേറെ വ്യാകുലതയോടെ വേദനയോടെ യേശുവിനെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അത് പറയാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായ മാതാപിതാക്കളുടെയൊക്കെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേരക്കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. മക്കള് പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രായമായ അമ്മമാർ അവരുടെ പേരക്കുട്ടികളെ സംരക്ഷിക്കുക എന്ന ജോലി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് മിക്ക കുടുംബങ്ങളിലും ജീവിക്കുന്നത്. സ്വന്തം മക്കളെ വളർത്തിയതിനേക്കാളൊക്കെ വേദനയോടും ആകാംക്ഷയോടും ശ്രദ്ധയോടും കൂടെയാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിക്കുക. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് സമാധാനം പറയേണ്ടി വരും. കുഞ്ഞൊന്ന് വീണ് ഒരു മുറിവുണ്ടായാൽ വൈകുന്നേരം വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ മേൽ ഒരു മുറിവുണ്ടായത് കണ്ടാൽ ആ മാതാപിതാക്കൾ ചോദിക്കും എന്താണ് കുഞ്ഞിന് സംഭവിച്ചതെന്ന്. അതിന് സമാധാനം പറയേണ്ടി വരും ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് തലയിൽ വയ്ക്കാതെ താഴെ വയ്ക്കാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മമാരും മാതാപിതാക്കളുമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ഇതുപോലെ തന്നെയാണ് മറിയത്തിനും ഉണ്ടായത്. ദൈവം വളർത്താൻ ഏൽപ്പിച്ചതാണ് യേശുവിനെ. ദൈവത്തോട് കണക്ക് കൊടുക്കണമെന്ന് പരിശുദ്ധമ്മയ്ക്കറിയാം. ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തോടാണ്. ആ ഒരു വേദനയാണ് പരിശുദ്ധമ്മയ്ക്കുണ്ടായത്. ചോദിക്കുമ്പോൾ ഞാൻ ഏൽപ്പിച്ച കുഞ്ഞെവിടെയെന്ന് ദൈവം പരിശുദ്ധമ്മയോട് ചോദിക്കുമ്പോൾ എന്തുത്തരം പറയുമെന്നതിനെക്കുറിച്ചുള്ള ആകുലതയായിരുന്നു പരിശുദ്ധമ്മയ്ക്കുണ്ടായത്. സ്നേഹമുള്ളവരെ, ഇത് പരിശുദ്ധമ്മയ്ക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്. ബൈബിളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ദൂരയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഭൃത്യന്മാരെ വിളിച്ച് അവരുടെ കയ്യിൽ 5, 3, 2, 1 ധനാറ ഏൽപ്പിക്കുന്നത്. ആ ധനാറ ഏൽപ്പിക്കുമ്പോൾ എന്തും എങ്ങനെയും അത് വിനിയോഗിക്കാമെന്നുള്ളതല്ല ഏൽപ്പിക്കുന്ന ആൾ ഉദ്ദേശിക്കുക. അത് കാത്തു സൂക്ഷിക്കണം, അതോടൊപ്പം തന്നെ അത് വ്യാപാരം ചെയ്ത് ഇരട്ടിയാക്കണം. ഇതാണ് ആ യജമാനൻ അത് ഏൽപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ധനാറ കിട്ടിയ മനുഷ്യൻ ചെയ്തത് എന്തെന്നാണ് നമുക്കറിയാം. ആ മനുഷ്യൻ ഭയം കൊണ്ട് ഒന്നും ചെയ്യാതെ അത് പൂഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തത്. ആ മനുഷ്യനെ ദൈവം വിളിച്ചു. പക്ഷേ വ്യക്തമായ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു മറുപടി നൽകുവാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്ന് ഈ സംഭവം പരിശുദ്ധമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ക്ലേശം സഹിക്കുവാനും പരിശുദ്ധമ്മ തയ്യാറായത്. അതിനുവേണ്ടി പരിശുദ്ധമ്മ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിലെ മക്കളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മക്കളെ നിങ്ങൾ എന്തു ചെയ്തു, എങ്ങനെ വളർത്തിയെന്ന് ദൈവം ചോദിക്കുന്ന ഒരവസരമുണ്ടാകും. ഞാൻ അവർക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്തു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവരുടെ ഭാവി ജീവിതത്തിൽ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ സമ്പാദിച്ചു എന്നൊക്കെ
ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കുമായിരിക്കും. ഒരു പിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കഠിനാധ്വാനം ചെയ്തു. നേരെ ചൊവ്വേ നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചില്ല. പച്ചവെള്ളം കുടിച്ച് അരമുറുക്കി ഒത്തിരിയേറെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കി. അതുകൊണ്ട് ഒത്തിരിയേറെ സ്ഥലം വാങ്ങി അവിടെയെല്ലാം റബ്ബർ വെച്ചു. എൻ്റെ മക്കൾ വലുതായി കഴിയുമ്പോൾ അവർ എന്നോട് ഞങ്ങൾക്ക് വേണ്ടി എന്ത് നിങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ കാണാവുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുവാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ ഒത്തിരിയേറെ സമ്പത്ത് സ്വരൂപിച്ചു വെച്ചു. പക്ഷേ മക്കൾ അവർ പഠനാർത്ഥം വിദേശത്തേക്ക് പോയി, UK പഠിച്ചു, നല്ല ജോലി ലഭിച്ചു, അവിടെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമായി. എന്നിട്ട് മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് അങ്ങോട്ട് വായോ എന്ന്. ഈ പിതാവ് പറയുകയാണ്, ജീവിതത്തിൽ ഒരു സന്തോഷവും സുഖവും അനുഭവിക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി വെച്ചതെല്ലാം അവർക്ക് വളരെ നിസ്സാരമാണ്. അതിന് യാതൊരു വിലയും അവരൊന്നും നൽകുന്നില്ല. അവർ പറയുകയാണ്, പിതാവ് അപ്പച്ചൻ ഈ കാലമത്രയും അധ്വാനിച്ചുണ്ടാക്കിയത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നാം ഉണ്ടാക്കി വെച്ചതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകണമെന്നില്ല, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാകണമെന്നില്ല. മക്കൾക്ക് നൽകേണ്ടത് നന്മയിൽ വളരാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ്, നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്, അതോടൊപ്പം തന്നെ അവരെ വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ നാം പരാജയപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാലും അതൊന്നും അവരുടെ ജീവിതത്തിൽ അല്പം പോലും സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മോട് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ എന്തു ചെയ്തു? അവരെവിടെയാണ്? അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഈ ചോദ്യത്തിന് നാം ഉത്തരം നൽകേണ്ടതായിട്ട് വരും. വൈദികരായ ഞങ്ങളോട് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച ഒരു ഇടവകയുണ്ട്. മെത്രാനോട് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച ഒരു രൂപതയുണ്ട്. പരിശുദ്ധ പിതാവിനോട് ചോദിക്കും, നിങ്ങളെ ഏൽപ്പിച്ച ഒരു സഭയുണ്ട്. ഈ സഭ എവിടെയാണ്? എങ്ങനെയാണ്? എന്തുമാത്രം ആ വിശ്വാസത്തിൽ വളർത്തുവാൻ, ഐക്യത്തിൽ നിലനിർത്തുവാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാകും. സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നന്മയും തിന്മയും തിരഞ്ഞെടുക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരുപക്ഷെ ലോകം മുഴുവനും നന്മയെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് മനസാക്ഷിയും വിശ്വാസവും നിന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് എതിരെ നിലനിൽക്കുവാനായിട്ട് സാധിക്കണമെന്ന് പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ചവർ ഇന്ന് തന്നെ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നില്ല എന്ന്. ഭൂരിപക്ഷം ശരിയാണെന്ന്, അതെന്തു ചെയ്താലും ശരിയാണെന്ന് വിശ്വസിക്കുവാനായിട്ട് പറയുന്നവരോട് മുമ്പിലാണ് ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നിൽക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കളോട് പറയണം, ഭൂരിപക്ഷമല്ല നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. 100 ആടുണ്ടായിട്ടും 99 ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവെ, പാപികളായ ഞങ്ങളുടെ മേൽ കനിവുണ്ടാക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നസ്രത്തിലെ തിടുകുടുംബത്തിൽ വിശുദ്ധീകരണ ജീവിതം നയിച്ച പരിശുദ്ധമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയും വിശ്വസ്തയും പുലർത്തി ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവന്റെ മൂല്യത്തെ നിഷേധിക്കുന്ന എല്ലാ പ്രവണതകളെയും ചേർക്കുവാനുള്ള ധൈര്യവും ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ ജീവൻ സംരക്ഷിക്കുന്നതിനാവശ്യമായ കൃപാവരവും ഞങ്ങളുടെ സമൂഹത്തിന് നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹ വരദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും സുഭിക്ഷമായ വത്സരവും ലോകത്തിന് മുഴുവൻ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും പരിശുദ്ധമ്മയോടൊപ്പം സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദാനമായി നാഥൻ നൽകിയതെല്ലാം പൂർണ്ണമായി വേദിയിൽ സമർപ്പിച്ചിടാം. ദാനമായി നാഥൻ നൽകിയതെല്ലാം പൂർണ്ണമായി വേദിയിൽ സമർപ്പിച്ചിടാം. തിരുഹിതം പോലെ തന്നവയെല്ലാം സ്നേഹമോടേകായാഗമാ. തിരുഹിതം പോലെ തന്നവയെല്ലാം സ്നേഹമോടേകായാഗമായി. സാദരമോടെ സ്നേഹപിതാവിൻ സവിതേ അണയാ ബലിയാകാം. സാദരമോടെ സ്നേഹപിതാവിൻ സവിതേ അണയാ ബലിയാകാം. അതുപോലാത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതി എന്നും
ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിട പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശുദ്ധനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയുമുള്ള ആദിജാതനും ദൈവങ്ങൾക്കെല്ലാം ഉണ്ട്. പിതാവിൽ നിന്ന് ജനിച്ചവനും എല്ലാ സൃഷ്ടിപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധ
പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലിത്തമാരും മെത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരുടെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ അങ്ങ് കാരുണ്യാതൃകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും രചനയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതർ തങ്ങളുടെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതം റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഇലച്ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സകല ജനത്തിനധിപതിയാകും ദൈവം നിത്യം പരിശുദ്ധൻ. ഉന്നതനാഥൻ മഹിമകളാലെ മണ്ണും വിണ്ണും മുഴങ്ങിടട്ടെ. ആർത്തു വിളിക്കാമോദാൻ അഖിലേശ്വരനെ വാഴ്ത്താം. സർവ്വചരാചര സൃഷ്ടാവാം മിശിഹാനാഥനെ വാഴ്ത്താം. ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ കടങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിക്കും സഭാധ്യക്ഷന്മാർ ഏവർക്കും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ ജനമായുധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും ഇന്നേ ദിവസം ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ യേശുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായക അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈഭജനവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവും മനുഷ്യപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ദിവ്യഭോജ്യമായി ദൈവസൂനുവേദിയിൽ ആഗതനായി ജീവനേകിടും ദിവ്യഭോജ്യമായി ദൈവസൂനുവേദിയിൽ ആഗതനായി സ്നേഹം തുളുമ്പിടും ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുവിൻ രക്ഷ സ്നേഹം തുളുമ്പിടും ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുവിൻ രക്ഷ ജീവനേകിടും ദിവ്യഭോജ്യമായി ദൈവസൂനുവേദിയിൽ ആഗതനായി ആരാധിക്കാം സ്തുതികൾ പാടാം ആരാധന 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 ആരാധിക്കാം സ്തുതികൾ പാടാം ആരാധന ആരാധന ആരാധന. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമർപ്പിക്കാം. അനുതാപത്തിൽ നിന്നുള്ളക്കുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ശമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപങ്ങൾ അപരാധനകാരനെ മഹോന്നതീവമായ സകരായ സകല വിശുദ്ധരോട് ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ അതിനെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശുദ്ധനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അത്യുന്നതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കന്യകാമറിയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താം.
ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ വരുവിൻ, കന്യകാമരത്തിൽ നിന്നും വരുന്ന ദിവ്യകുഞ്ഞാടിന്റെ ശരീരരത്നങ്ങൾ ഭക്തിയാദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഖാമുഖം വരിയായി നിൽക്കുക. മാമോദിസ സ്വീകരിച്ച് ആത്മീയമായി ഒരുങ്ങിയവർ മാത്രം മുന്നോട്ട് വരിക. കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ അത് ഉൾക്കൊള്ളുവാനും ആയിട്ട് ശ്രമിക്കുക. പ്ലീസ് ലൈൻ അപ്പ് ഫേസ് ടു ഫേസ് ടു റിസീവ് ദ ഹോളി കമ്മ്യൂണിയൻ ഇൻ യുവർ ഹാൻഡ്സ് ആൻഡ് കൺസ്യൂം ദ സെയിം then and there. Only those who are baptized and spiritually prepared come forward and let others remain praying. നിന്നിലലിഞ്ഞു ചേരാൻ സ്നേഹം എന്നും നുകരാ ദാഹമൊഴിതാ വന്നിടുന്നു എന്നുള്ളിൽ നാദാ നിത്യം പാടൂ. ഓ സ്നേഹമേ ജീവനേ കൂടെ വസിക്കൂ എന്നെ നിൻ സ്വന്തമായി മാറ്റണേ. ഓ സ്നേഹമേ ജീവനേ കൂടെ വസിക്കൂ എന്നെ നിൻ സ്വന്തമായി മാറ്റണേ. അലിവാഴ്വ സ്നേഹം കണ്ടതില്ല, പാപാന്തകാരത്തിൽ വീണുപോയി. ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, സൗഖ്യമായി തീർന്നിടും എൻ ജീവിതം. ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, സൗഖ്യമായി തീർന്നിടും എൻ ജീവിതം. ഓ സ്നേഹമേ ജീവനേ കൂടെ വസിക്കൂ എന്നെ നിൻ സ്വന്തമായി മാറ്റണേ. ഓ
തിരുവോസ്തിയിൽ കാൺമോ സ്നേഹരൂപം കാരുണ്യമേറും നിൻ സ്നേഹമുഖം തിരുവോസ്തിയിൽ കാണൂ സ്നേഹരൂപം കാരുണ്യമേറും നിൻ സ്നേഹമുഖം മാതാവിൻ സാമീപ്യം മാത്രം മതി ഭാഗ്യമായി തീർന്നിടും എൻ ജീവിതം നാഥാവിൻ സാമീപ്യം മാത്രം മതി ഭാഗ്യമായി തീർന്നിടും എൻ ജീവിതം നിന്നിലലിഞ്ഞു ചേരാൻ സ്നേഹം എന്നും നുകരാ ദാഹമോടെ ഇതാ വന്നിടുന്നു എന്നുള്ളിൽ നാഥാ നിത്യം വാഴൂ മിശിഹായിൽ പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി ഇവിടെ ബലിയർപ്പിക്കാനെത്തിയ നമ്മുടെ സ്വന്തമായ നമ്മുടെ ഇടവക്കാരായ എല്ലാ അച്ഛന്മാരെയും വികാരിയച്ഛൻ്റെയും മറ്റ് അച്ഛന്മാരുടെയും ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധങ്ങളായ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഈ ഒരൊറ്റ വികാരത്തോടു കൂടി കൊറ്റിപ്പള്ളിയിൽ തിരുനാൾ എന്ന വികാരത്തിൻ്റെ പേര് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നു. പ്രത്യേകമായിട്ട് അവരായിരിക്കുന്ന ഇടവകളെയും സന്യാസഭകളെയും മിഷൻ പ്രദേശങ്ങളെയും ഒക്കെ ദൈവസ്ഥാനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അച്ഛന്മാർക്ക് നന്ദി പറയുന്നു. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അടുത്ത വിശുദ്ധ ബലി 1:30 അത് ഹിന്ദി ഭാഷയിലായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാൻ കൃപ വരുത്താൽ സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മിശിഹായുടെ മാതാവാകാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ്റെ പ്രസവ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിൻ്റെ ആഘോഷമായി കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണന്യമായ ഈ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശ്വാസത്തിൻ പൂർണ്ണതയിൽ ദൈവപിതാവിനെ വാഴ്ത്തിന നൽകി കന്യാമറിയത്തെ തൻ പ്രിയ സോദരിഹമാതാവ കുരിശിൻ സവിതേ നിൽക്കുമ്പോൾ നരവംശത്തിനു മിശിഹാനാഥൻ നൽകുകയാ അൻപോടു കന്യാമറിയത്തെ. ൃഹാദൻ സഹവാസത്ത കൃപയാൽ കന്യകപൂര്യതയാ അവളോടൊപ്പം ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ പാടിനം. ജീവനുള്ള
നിങ്ങൾ മുദ്രിതരാകട്ടെ, രക്ഷിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. മക്കൾ കേടിടുന്നു, ഓ മുത്തിയമ്മേ നിൻ ചാരേ നിൽക്കുമീ മക്കൾ കേടിടുന്നു. ജീവിതവ്യതയാൽ തളരുന്നു, കണ്ണീർ കടലിൽ താഴുന്നു, നിൻ കരുണയ്ക്കായി കൈകൾ ഉയർത്തുന്നു. ജീവിതവ്യതയാൽ